അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ വറ്റ പിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം കലക്കലൊക്കെ ആയിട്ട് വറ്റയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക്. നമ്മളിന്ന് യൂസ് ചെയ്യണ ലൂർ എന്ന് പറയുമ്പോൾ ബ്രാവോൻ്റെ അൾട്രാജിൻ എന്ന് പറഞ്ഞാണ്. പിന്നെ ഒരു ജിഗും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഉണ്ട്. പിന്നെ ഇന്ന് പുതിയൊരാളായിട്ട് നമ്മുടെ അനിയനും ഉണ്ട്. അവൻ്റെ ഇവിടെ കാസ്റ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് കിട്ടണേന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അധികം സ്നേക്ക് ഹെഡും കൂടി നോക്കിയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ അൾട്രാജൻ ടാക്കിൾസും ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. യൂസ് ചെയ്യുന്ന ടാക്കിൾസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ അതേ സെയിം ടാക്കിളാണ്. നമ്മുടെ അൾട്രാലൈറ്റ് യൂസ് ചെയ്യണത് ലുക്കാനയുടെ മാഗ്നം 165 ആണ് നമ്മുടെ റോഡ് വരുന്നത്. പിന്നെ ലുക്കാനയുടെ സ്ട്രീം 200 അതാണ് റീല്. ബ്രൈഡ് നമ്മുടെ ലുക്കാനയുടെ ബ്ലാക്ക് മാമ്പയാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യണത് നമ്മുടെ മെയിൻ സാധനം ബ്രാവോൻ്റെ അൾട്രാജിൻ. ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇറങ്ങിയേക്കണത്. അപ്പോൾ നമുക്കിന്ന് വില കിട്ടുമോ നോക്കാം. അപ്പോൾ നമുക്ക് വറ്റ എല്ലാം സ്ട്രൈക്ക് കിട്ടുമോ നോക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പുതിയ ഫ്രോഗാണ് ബ്രാവോയുടെ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഫ്രോഗ് ആയിരിക്കും ബ്രാവോയുടെ മിസ്റ്റർ ഹെൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഫ്രോഗും കൊണ്ട് മീൻ പിടിക്കാൻ പോകുന്നതും അതേപോലെ റിവ്യൂ ആയിട്ടുള്ളൊരു വീഡിയോ പുറകെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ ഒരു ഫ്രോഗ് എന്ന് പറയുകയാണെങ്കിൽ ലുക്കാനോയുടെ ബില്ലി ബും എന്ന് പറഞ്ഞൊരു ഫ്രോഗാണ്. ഇതിന് 10 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. 53 mm ആണ് വരുന്നത്. കളർ നമ്മളൊരു ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ശരിക്കും മഞ്ഞൊരു സിംഗിൾ സ്പിന്നറാണ്. പക്ഷെ നമ്മൾ വേറൊരു ഫ്രോഗിൻ്റെ ഒരു ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് നമുക്കുള്ളതിൻ്റെ സ്പിന്നറും കൂടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. കാരണം ഹാൻഡ് മെയ്ഡിൻ്റെ നമ്മൾ ഹുക്കിൻ്റെ ഷാർപ്നെസ് പോയതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, നമ്മൾ മാക്സിമം മറ്റൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഈ ഇല്ലിക്കാടിനെയൊക്കെ പറ്റി ട്രൈ ചെയ്യുക. കാരണം മറ്റകൾ കൂടുതലും കൂട്ടത്തോടെ കയറി നിൽക്കാനുള്ള സ്ഥലമാണ് ഇങ്ങനെ ഇല്ലിക്കാട് പോലത്തെ സ്ഥലങ്ങൾ. അപ്പോൾ നിങ്ങൾ മറ്റൊക്കെ എറിയുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എറിഞ്ഞു നോക്കുക. ഉറപ്പായിട്ട് മീൻ അടിക്കുന്നതായിരുന്നു. നമ്മുടെ ചൂണ്ട വന്ന് ചെറുതായിട്ടൊന്ന് ഉടക്കി. അപ്പോൾ നമ്മളിത് അതൊന്നും എടുക്കാനായിട്ട് ഈ ഒരു കാട്ടിൽ വന്നാണ്. നമ്മൾ പയ്യെ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. നമ്മൾ പയ്യല്ലേ ഇവിടുന്ന് റൗണ്ട് അടിച്ച് ഇങ്ങനെ വന്ന് നമ്മളിപ്പോൾ ഇതുവഴി പോയി നമ്മളിത് നോക്കി അതുവഴി നമ്മളിഞ്ഞ് കയറി അവിടെ നിന്ന് കറങ്ങി നമ്മുടെ തോട്ടിൽ കയറാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നിങ്ങൾ കാണോ അവിടെ ഒരു ബോട്ട് കാണാമോ? അവിടം വരെ പോയിട്ട് കറങ്ങാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അതിനുള്ളിൽ അത്യാവശ്യം നല്ല മീൻ മറിയണുണ്ട്, വറ്റ കിടന്ന് മറിയണുണ്ട്. അപ്പോൾ നമുക്ക് മറിയണം നോക്കിയിട്ട് നമുക്കറിയാം. നമ്മൾ അൾട്രാലൈറ്റ് നമ്മൾ ഒന്നുകൂടി കെട്ടുവാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് ചൂണ്ട ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ എപ്പോഴും പറഞ്ഞ 2 ചൂണ്ട. പിന്നെ മറ്റേ നമ്മുടെ FX നമ്മൾ പുതിയ ബ്രൈഡ് കയറ്റിയിട്ടുണ്ട്. ലുക്കാനയുടെ നാനോ ബ്രൈഡ് എന്ന് പറയുന്ന ഒരു ബ്രൈഡാണ് കയറ്റിയേക്കണത്. പ്രൊഡക്റ്ററിലും കയറ്റിയിട്ടുണ്ട്. പ്രൊഡക്റ്ററിലും കയറ്റി. ഷിമാനോ FX കയറ്റിയേക്കണത് 40 LB ബ്രൈഡാണ്, 28 mm. പ്രൊഡക്റ്ററിലും നമ്മൾ ഇതിൽ മാത്രമേ കളർ മാറ്റിയിട്ടുള്ളൂ. ഷിമാനോയിൽ പ്രൊഡക്റ്ററിൽ പണ്ടത്തെ അതേ കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞില്ലേ അവിടെ വറ്റ മറിയണുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം മറിയണ കണ്ടിട്ടാണ് ഈ വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരെണ്ണം മറിയണ കാണിച്ചു തരാൻ നോക്കാം. നമ്മളിപ്പോൾ ഈ ഒരു കാട്ടിലൊന്ന് വയ്യ വെള്ളമൊന്ന് അടുപ്പിച്ച് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് നിൽക്കണതാണ്. ഇതുണ്ടോ ഇവിടെ നമ്മളിഞ്ഞ് എറിഞ്ഞ് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം അവിടെയൊക്കെ വറ്റ മറിയണുണ്ട്. നമുക്കപ്പോൾ അവിടെയൊക്കെ ഒന്ന് എറിഞ്ഞു നോക്കണം. അപ്പോൾ നമ്മളെപ്പോഴും ടിപ്പ് കെട്ടിച്ച് മാക്സിമം ലൂറിന് ആക്ഷൻ കൊടുക്കാൻ നോക്കണം. പിന്നെ വറ്റയായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫാസ്റ്റ് റിട്രൈവ് ആണ് എപ്പോഴും നല്ലത്. നമ്മൾ ലൂറാണോ ജിഗാണോ അതിനനുസരിച്ച് നമ്മുടെ റിട്രൈവിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞ പോലെ കാടിന് പറ്റി പറഞ്ഞിട്ട് മാക്സിമം ടിപ്പ് അനക്കി നല്ല ആക്ഷൻ കൊടുക്കാൻ നോക്കാം. നമ്മുടെ സ്റ്റൈലിൽ നമ്മൾ ലൂറിന് ആക്ഷൻ കൊടുക്കാൻ നോക്കണം. അപ്പോഴാണ് മീൻ കൂടുതൽ അട്രാക്റ്റീവ് ആവുന്നത്.
ഗായ്സ് അപ്പോൾ ഇപ്പോൾ കാസ്റ്റ് ചെയ്യണത് നമ്മുടെ കിച്ചപ്പനാണ്. പുള്ളി ഒറ്റനൊക്കെ പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അൾട്രാലൈറ്റിൽ ഒന്ന് കാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കാസ്റ്റ് ചെയ്യണതാണ്. നമ്മൾ ഇവിടെയാണ് ഇനി കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജിഗ് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ ചെയ്തെടുത്തൊരു ജിഗാണ്. അങ്ങനെയല്ല, നമ്മൾ എക്സ്ട്രാ ഹുക്കൊക്കെ കയറ്റിയെടുത്തൊരു ജിഗാണ്. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമുക്കിന്ന് എറിഞ്ഞിട്ട് മീനൊന്നും കിട്ടിയില്ല. എന്നാലും സാരമില്ല, നമ്മൾ നാളെ രാവിലെയൊക്കെ ഇറങ്ങും. നമുക്ക് ഇന്നലത്തെ പോലെയല്ല, ഇന്ന് കലക്ക് ഇച്ചിരി കൂടുതലാണ്. ഓക്കെ, നല്ല കലക്കുണ്ട്. പക്ഷെ ഇന്നലെ ഇത്ര ഇല്ലായിരുന്നു. അതാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയത്. പക്ഷെ ഇന്ന് നല്ല കലക്കലാണ്. നമ്മൾ നാളെ ഒന്നും കൂടി ഇറങ്ങും. നാളെ ചിലപ്പോൾ നമ്മൾ കൂരി പിടിക്കാനായിരിക്കും ഇറങ്ങണത്. മഞ്ഞക്കൂരി കിട്ടുമോ നോക്കി ഇറങ്ങാം. പിന്നെ നമ്മളെ ചാനൽ സബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. നമ്മുടെ അപ്ഡേറ്റ്സൊക്കെ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ എപ്പോഴും ചെക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ പുതിയ ഫ്രോഗിൻ്റെയൊക്കെ റിവ്യൂ ഒക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക.